ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ യോഗിയും മോദിയും ഏറ്റുമുട്ടും. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങളും സംഭാവനകളിലെ കൊള്ളയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ അടിത്തറയിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രാമക്ഷേത്രം എന്നത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് അതേ പ്രതീകം പാർട്ടിയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. എന്താണ് അയോധ്യയിലെ ഈ കൊള്ള? എങ്ങനെയാണ് അത് മോദിയെയും യോഗിയെയും തമ്മിൽ തെറ്റിക്കുന്നത്? ശ്രീരാമ ഭക്തർ വിശ്വാസപൂർവ്വം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച കാണിക്കകളിൽ നടന്ന ആസൂത്രിതമായ കവർച്ചയാണ് ഈ കേസിന്റെ കാതൽ. ക്ഷേത്രത്തിലെ സംഭാവനകൾ എണ്ണാൻ നിയോഗിക്കപ്പെട്ടവരും ട്രസ്റ്റുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരുമായ ചില വ്യക്തികൾ CCTV ദൃശ്യങ്ങൾ പോലും വകവെക്കാതെ പണക്കെട്ടുകൾ കവർന്നത് പുറത്തു വന്നു. കരാർ ഏജൻസികൾ വഴി നിയമിക്കപ്പെട്ട ഇവർ മാസശമ്പളം മാത്രം വാങ്ങേണ്ടവരായിരുന്നിട്ടും കോടികളുടെ ആസ്തികൾ സമ്പാദിച്ചതായി അന്വേഷണത്തിലും തെളിഞ്ഞു. തർക്കഭൂമികൾ ഉയർന്ന വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയതിലും ട്രസ്റ്റ് ഭാരവാഹികളുടെ ഒത്താശയോടെ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളിലും ഇതിനകം തന്നെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ജനറൽ സെക്രട്ടറി ചമ്പൽ റായ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും രാജിയിലേക്കുള്ള നീക്കങ്ങളും ട്രസ്റ്റിന്റെ വിശ്വാസ്യതയെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ബി.ജെ.പി ഇത് കാര്യമായിട്ട് തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. ഒന്ന്, വിശ്വാസവഞ്ചനയുടെ രാഷ്ട്രീയമാണ് അവർ കളിച്ചത്. ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് രാമൻ എന്ന വികാരമായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ആ രാമന്റെ പേരിൽ ലഭിച്ച പണം കവർന്നവർക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്ന ആരോപണം ബി.ജെ.പിയെ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. ഭക്തർക്ക് ബി.ജെ.പിയോടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി ഇപ്പോൾ അമർഷമാണ് പ്രകടമാകുന്നത്. രണ്ടാമത്തെ വിഷയം ഉത്തർപ്രദേശിലെ അധികാര സമവാക്യങ്ങളെ കുറിച്ചാണ്. അതായത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥും കേന്ദ്ര നേതൃത്വവും തമ്മിൽ അധികാര തർക്കം ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തമായിട്ടുണ്ട്. അന്വേഷണത്തിൽ യോഗി സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ മൗനം അവർക്ക് തിരിച്ചടിയാവുകയാണ് ചെയ്യുന്നത്. അയോധ്യ ഉൾപ്പെടെയുള്ള മേഖലയിൽ ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്ന രാഷ്ട്രീയ തിരിച്ചടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഫലിക്കാൻ സാധ്യതയുമുണ്ട്. മറ്റൊരു കാര്യം രാഷ്ട്രീയ അപ്രസക്തിയിലേക്കുള്ള വഴിയാണ്. അതായത് രാമക്ഷേത്രത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ചവർക്ക് അതേ ആയുധം തിരിച്ചു കുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അഴിമതിയിൽ മുങ്ങിയ ഒരു ട്രസ്റ്റ് ഭരിക്കുന്ന ക്ഷേത്രത്തെ മുൻനിർത്തി ഇനി ജനങ്ങളെ സമീപിക്കാൻ ബി.ജെ.പിക്ക് സാധിക്കില്ല. രാമക്ഷേത്രം ഒരു മൈൽ സ്റ്റോൺ എന്ന നിലയിൽ നിന്ന് മാറി വിശ്വാസവഞ്ചനയുടെ പ്രതീകമായി മാറുമ്പോൾ ബി.ജെ.പിയുടെ രാഷ്ട്രീയ വേരുകൾ തന്നെ ഉത്തരേന്ത്യയിൽ അറ്റുപോയേക്കാം എന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയോധ്യയിലെ ഈ കൊള്ള വെറും ഒരു സാമ്പത്തിക ക്രമക്കേടല്ല, മറിച്ച് ബി.ജെ.പിയുടെ ഹിന്ദുത്വ അജണ്ടയുടെ ധാർമ്മികമായ തകർച്ചയാണ്. ജനങ്ങൾ വിശ്വാസത്തോടെ ഏൽപ്പിച്ച രാമനെ അവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഒടുവിൽ അതേ വിശ്വാസത്തെ പണത്തിന് വേണ്ടി കച്ചവടം ചെയ്തു. ഇനി ഈ പാതയിൽ മുന്നോട്ട് പോയാൽ 2027 UP തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ബി.ജെ.പിക്ക് കനത്ത വില നൽകേണ്ടതായി വരും. ശ്രീരാമന്റെ പേര് പറഞ്ഞ് അധികാരം പിടിച്ചവർക്ക് ശ്രീരാമന്റെ വിശ്വാസം തകർത്തതിന്റെ പേരിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ദയനീയമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നീങ്ങാൻ പോകുന്നത്. എന്തായാലും ബി.ജെ.പിക്ക് ആദ്യം അടിപതറാൻ പോകുന്നത് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിലായിരിക്കും എന്ന കാര്യവും തീർത്തും നമുക്ക് പറയാവുന്നതാണ്. അതായത് ഉത്തർപ്രദേശ് ആയിരിക്കും പ്രധാനമായിട്ടും ആര് ഇന്ത്യ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന സംസ്ഥാനം. അവിടെയാണ് ഇത്തരത്തിലൊരു കൊള്ള ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പിയിലെ ആളുകൾ തന്നെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ജനരോഷത്തിനും കാരണമായിട്ടുണ്ട്. നിലവിൽ NDA സഖ്യമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഓർക്കണം. കേവല ഭൂരിപക്ഷം നേടാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് പലരുടെയും കാലു പിടിച്ചുകൊണ്ട് ഭരണം ഉണ്ടാക്കേണ്ടി വന്നത്. ഈ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ ആടി ഉലയാൻ പോകുന്നത് ബി.ജെ.പിയുടെ ഭാവി തന്നെയാണ്. അതെ, നമുക്ക് അറിയാവുന്നതാണ്, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉത്തർപ്രദേശ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. UP ഭരിക്കുന്നവരാണ് ഡൽഹി ഭരിക്കുന്നത് എന്ന് പറയാറുണ്ട്. 80 ലോക്സഭാ സീറ്റുകളുള്ള ഈ സംസ്ഥാനം തന്നെയാണ് 24 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വിജയ സാധ്യതകളെ അട്ടിമറിച്ചിട്ടുള്ളത്. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് സഖ്യകക്ഷികളുടെ ദയാദാക്ഷിണ്യത്തിൽ സർക്കാർ രൂപീകരിക്കേണ്ടി വന്ന നരേന്ദ്രമോദിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പിന്നിൽ ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ നിശബ്ദമായ എന്നാൽ ശക്തമായ തിരിച്ചടി നമുക്ക് കാണാവുന്നതാണ്. ഇതിനെല്ലാം കാരണമായത് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന അഴിമതി ആരോപണങ്ങളും ബി.ജെ.പിയുടെ ആഭ്യന്തര അധികാര തർക്കങ്ങളും തന്നെയാണ്. 1990കളിൽ ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്ര നിർമ്മാണം എന്ന മുദ്രാവാക്യം ഉയർത്തിയതാണ് ബി.ജെ.പിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രബല ശക്തിയായി വളർത്തിയ പ്രധാനപ്പെട്ട ഘടകം. അതുവരെ അത്ര വലിയ സ്വീകാര്യത ലഭിക്കാതിരുന്ന പാർട്ടിക്ക് ശ്രീരാമൻ എന്നത് ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് വാക്കു നൽകി 2014 അധികാരത്തിലേറിയ ബി.ജെ.പി ഒടുവിൽ രാമക്ഷേത്രം പൂർത്തിയാക്കിയപ്പോൾ അതിനെ ഒരു വലിയ മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഉയർത്തി കാണിച്ചത്. എന്നാൽ ആ ശ്രീരാമന്റെ പേരിൽ ലഭിച്ച കാണിക്കയിൽ പോലും കൈയിട്ട് വാരി ക്ഷേത്ര ഭരണത്തിൽ അഴിമതി നടത്തിയെന്ന് ആരോപിക്കപ്പെടുമ്പോൾ ആ വിശ്വാസത്തെയാണ് അവർ വഞ്ചിച്ചത് എന്ന ചോദ്യം ഇന്ന് ജനങ്ങൾക്കിടയിൽ ശക്തമായി ഉയർന്നു വരികയാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഭരണവും ദൈനംദിന കാര്യങ്ങളും ഇപ്പോൾ നേരിട്ട് നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് എന്നത് ഓർക്കണം.
രാമജന്മഭൂമി ട്രസ്റ്റ് വഴി നടക്കുന്ന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനോ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോ കാര്യമായ പങ്കില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കേന്ദ്ര സർക്കാരിന്റെ ഈ അമിത നിയന്ത്രണം യോഗി ആദിത്യനാഥിന്റെ പ്രാദേശികമായ അധികാരത്തെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. രാമക്ഷേത്രത്തിലെ സംഭാവനകൾ ഉണ്ടായ മോഷണവും ക്രമക്കേടുകളും വലിയൊരു വിവാദമായി മാറിയിരിക്കുന്ന സാഹചര്യവുമാണ്. ഇതിൽ BJP നേതൃത്വം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മൗനം പാലിക്കുന്നത് ജനങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. BJPക്കുള്ളിലെ ഈ അധികാര തർക്കം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. യോഗി ആദിത്യനാഥിനെ പലതവണ കേന്ദ്ര നേതൃത്വം ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യവുമാണ്. അയോധ്യയിലെ രാമക്ഷേത്രം എന്ന വികാരം മുൻനിർത്തി വോട്ട് ചോദിച്ചവർ ആ ക്ഷേത്രത്തിന്റെ പേരിൽ തന്നെ അഴിമതി നടത്തിയപ്പോൾ ജനങ്ങൾ ഏറെ നിരാശരാവുകയും ചെയ്തിട്ടുണ്ട്. രാമൻ എന്നത് കേവലം ഒരു ദേവനല്ല, തങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ആ പ്രതീകത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയും പിന്നീട് വിശ്വാസത്തെ വഞ്ചിക്കുകയും ചെയ്തവർക്ക് മാപ്പ് നൽകാൻ തയ്യാറല്ല എന്ന വികാരം ഉത്തരേന്ത്യൻ ജനതയിൽ വളരെ ശക്തമായി ഉയർന്നു കഴിഞ്ഞു. അയോധ്യയിലെ ഈ കൊള്ളയും വിവാദങ്ങളും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യവും ഉറപ്പാണ്. രാമക്ഷേത്രം ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചവർക്ക് ജനങ്ങൾ വിശ്വാസത്തോടെ ഏൽപ്പിച്ച ശ്രീരാമൻ തന്നെ വിധി നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം വരാനിരിക്കുന്നു. ഇത്തരം അഴിമതികൾ വെച്ചുപൊറുപ്പിക്കുന്ന ഇനി ഒരു അവസരം ജനങ്ങൾ നൽകില്ലെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഭരണത്തിന്റെ ഏത് ഉന്നത സ്ഥാനത്തിരുന്നാലും വിശ്വാസത്തെ വഞ്ചിച്ചാൽ ജനങ്ങൾ അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്നത് ചരിത്രപാഠമാണ്. വരുന്ന ആളുകളിൽ ഈ അധികാരപ്പോരും അഴിമതി ആരോപണങ്ങളും BJPയുടെ അടിത്തറ തന്നെ ഇളക്കാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത്. എന്തായാലും അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങളും അത് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്ന വിള്ളലുകളും BJPയുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് എന്ന കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ വികസന ഹിന്ദുത്വ അജണ്ടയും യോഗി ആദിത്യനാഥിന്റെ പ്രാദേശികമായ കർക്കശമായ ഭരണശൈലിയും തമ്മിലുള്ള സംഘർഷം വരും കാലങ്ങളിൽ എങ്ങനെ കാര്യങ്ങളെ വഷളാക്കാമെന്ന് കൂടി നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം മോദിയും യോഗിയും തമ്മിലുള്ള ഒരു വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ വന്നിട്ടുണ്ട്. BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന സങ്കല്പം ഇപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അതായത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന കേന്ദ്ര ട്രസ്റ്റും അതേ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗി ആദിത്യനാഥും തമ്മിലുള്ള അധികാര അതിരുകൾ അവ്യക്തമാണ് ഇപ്പോഴും. ക്ഷേത്രത്തിൽ നടന്ന കൊള്ള അന്വേഷിക്കാൻ യോഗി സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ, അതായത് SITയെ നിയമിച്ചത് കേന്ദ്ര നേതൃത്വത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു നടപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് കേന്ദ്രത്തിന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്നതായും മോദി ഷാ നേതൃത്വത്തിന് യോഗി നൽകുന്ന ഒരു മുന്നറിയിപ്പായിട്ട് മാറുന്നുണ്ട്. മറ്റൊരു കാര്യം, വിശ്വാസത്തിന്റെ രാഷ്ട്രീയം വോട്ടായി മാറുന്നില്ല എന്ന കാര്യമാണ്. അതായത് അയോധ്യ രാമക്ഷേത്രം BJPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ മൂലധനമായിരുന്നു. എന്നാൽ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉത്തർപ്രദേശിൽ വൻ തിരിച്ചടി നേരിട്ടത് ആ വികാരം വോട്ടാക്കി മാറ്റുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന അഴിമതി ആരോപണങ്ങൾ ഭക്തരുടെ മനോവീര്യം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. രാമക്ഷേത്രം എന്നാൽ ഒരു വികസന പദ്ധതി മാത്രമല്ല, കോടിക്കണക്കിന് വിശ്വാസികളുടെ ആത്മാഭിമാനമാണത്. അതിൽ നടന്ന ക്രമക്കേടുകൾ BJP ഒരു അഴിമതിരഹിത പാർട്ടിയാണ് എന്ന വാദത്തെ പൊളിച്ചടുക്കി. ഇത് വരാനിരിക്കുന്ന 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് വലിയ തിരിച്ചടിയാണ്. ജനങ്ങളുടെ അതൃപ്തിയും പാർട്ടിക്കുള്ളിലെ ഭിന്നതയും മോദിയും ഷായും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. യോഗി ആദിത്യനാഥ് തന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ അന്വേഷണം നടത്തിയെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ മൗനം അവർ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ പോലും ഭിന്ന സ്വരങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു. ചില പ്രാദേശിക നേതാക്കൾ ഇതിനോടകം തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും കേന്ദ്രം അതിന് തയ്യാറായിട്ടുമില്ല. ഇത് പാർട്ടിയുടെ അച്ചടക്കത്തെയും കെട്ടുറപ്പിനെയും ബാധിക്കുന്ന ഒരു വിഷയവുമാണ്. ഇനി വരാനിരിക്കുന്ന പ്രതിസന്ധികളിലേക്ക് കടക്കാം. ഒന്നാമത് ആഭ്യന്തര കലഹം തന്നെയാണ്. രാമക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഈ അധികാര പോര് BJPയെ രണ്ടായിട്ട് വിഭജിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കേന്ദ്ര നേതൃത്വത്തെ പിന്തുണയ്ക്കുന്നവരും മറ്റൊന്ന് യോഗിയുടെ പ്രവർത്തന ശൈലിയെ പിന്തുണയ്ക്കുന്നവരുമാണ്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷത്തിന് ഇതൊരു അവസരമാകുമെന്ന കാര്യമാണ്. അതായത് പ്രതിപക്ഷം ഈ വിഷയം ഉപയോഗിച്ച് BJPയെ വിശ്വാസവഞ്ചകരായി ചിത്രീകരിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തും. ഭരണപരമായിട്ട് തളർച്ചയാണ് മറ്റൊരു പ്രധാന ഘടകം. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ തർക്കം ഭരണപരമായ ഏകോപനത്തെ ബാധിക്കുകയും വികസന പദ്ധതികൾക്ക് താളം തെറ്റുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ രാമക്ഷേത്രം എന്ന ആയുധം BJPക്ക് തങ്ങളുടെ അധികാര സ്ഥാപനത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞുവെങ്കിലും അതേ ക്ഷേത്രത്തിൽ നടക്കുന്ന അഴിമതികൾ അവരെ രാഷ്ട്രീയപരമായി മുക്കിക്കളയാനുള്ള ശേഷി കൈവരിച്ചിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള ഈ പോര് രൂക്ഷമായാൽ അത് BJPയുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കാൻ പോകുന്ന ഒരു തകർച്ചയിലേക്കാകും വഴിവെക്കുക. ഈ വിഷയം കൂടുതൽ ചർച്ചയാവുകയും ശ്രീരാമന്റെ പേരിൽ നടന്ന കൊള്ള ജനങ്ങൾക്ക് ശരിയായി മനസ്സിലാക്കുകയും ചെയ്താൽ 2027 UP തെരഞ്ഞെടുപ്പ് BJPക്ക് അസാധ്യമായ ഒന്നായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ യോഗി മോദി പോരിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രീരാമൻ അവർക്കിടയിൽ വലിയൊരു പോരുണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ബോക്സ് ചെയ്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.